നിദ്രാനിലാവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഥകൾ കാണാനുള്ള ഇടമല്ല, ശാന്തമായി കേൾക്കാനും ഉറക്കത്തിലേക്ക് വഴുതി വീഴാനുമുള്ള ഇടമാണ്. ഒരുപക്ഷേ ഈ കഥ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഉറങ്ങിയിരിക്കാം. അതുകൊണ്ട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഇതുപോലുള്ള കഥകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും കഥകളുടെ നറേഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക. ആ കഥകൾ ഞങ്ങളുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം. നിങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരുപക്ഷേ ഒരു നീണ്ട ദിവസത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷമായിരിക്കാം. ജോലികളെല്ലാം തീർത്ത് ശരീരം ക്ഷീണിച്ചിരിക്കാം. അല്ലെങ്കിൽ ഒരു ദൈർഘ്യമേറിയ ഷിഫ്റ്റിന് ശേഷം യാത്ര ചെയ്ത് വീട്ടിലെത്തി വിശ്രമിക്കാനായി കിടന്നതായിരിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളിൽ ബാക്കി വെച്ച തിരക്കുകളും ശബ്ദങ്ങളും ചിന്തകളും ഇപ്പോൾ പതുക്കെ നിങ്ങളിൽ നിന്നും അകന്നു പോകട്ടെ. ഈ നിമിഷം മുതൽ കുറച്ചധികം മണിക്കൂറുകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളതായി ഒന്നുമില്ല. ഒരിടത്തേക്കും പോകേണ്ടതില്ല, ഒന്നും ചിന്തിച്ച് ഭാരപ്പെട്ട് നിൽക്കേണ്ടതില്ല. ഇപ്പോൾ ഉറങ്ങേണ്ടുന്ന സമയം മാത്രമാണ്. നിങ്ങളുടെ മുറിയിലെ വെളിച്ചം കുറയ്ക്കുകയോ ജനൽ കർട്ടൻ ഇടുകയോ ആവാം. മൊബൈൽ അല്പം അകത്തി വെച്ചിട്ട് ഈ ശബ്ദം മാത്രം നിങ്ങളോടൊപ്പമുണ്ടാകട്ടെ. ശരീരം സുഖമായി വിശ്രമിക്കുന്ന നിലയിലേക്ക് വിടുക. മാംസപേശികൾ പതുക്കെ ശാന്തമാകട്ടെ. ഇപ്പോൾ സാവധാനത്തിൽ ഒരു ആഴമുള്ള ശ്വാസം ഉള്ളിലേക്കെടുക്കൂ. ഒട്ടും ആയാസപ്പെടാതെ മൃദുവായി ശ്വാസം പുറത്തേക്ക് വിടൂ. നിങ്ങളുടെ ചിന്തകൾ ആകാശത്തിലെ ദൂരെയുള്ള നക്ഷത്രങ്ങളെപ്പോലെ പതുക്കെ അകന്നു പോകട്ടെ. ശാന്തമായ രാത്രിയിൽ മേഘങ്ങൾ ചന്ദ്രനെ ചുറ്റി ഒഴുകുന്നതുപോലെ നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമായി ഒഴുകട്ടെ. നിങ്ങൾ തയ്യാറാണെങ്കിൽ കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. ഞാൻ കഥ പറഞ്ഞു പോകുമ്പോൾ ആ രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്വയം രൂപം കൊള്ളട്ടെ. ഈ രാത്രി നിങ്ങളെ ദൂരെയുള്ള ഒരു കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്നുള്ള ഒരു കഥയിലേക്ക്. മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതീക്ഷ എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയിലേക്ക്. പണ്ടോറ എന്ന ഒരു സ്ത്രീയുടെ കഥ. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വിചിത്ര ഭരണിയുടെ കഥ. അത് തുറന്നപ്പോൾ ലോകത്തിൻ്റെ ഗതി തന്നെ മാറിമറിഞ്ഞ ഒരു നിമിഷത്തെക്കുറിച്ചുള്ള കഥ. നമുക്ക് ശാന്തമായി നിശബ്ദമായി ആ പുരാതന ലോകത്തിലേക്ക് സഞ്ചരിക്കാം. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ കഥ ആരംഭിക്കുന്നത്. വളരെ കാലം മുമ്പ്, ഭൂമി മനുഷ്യരാൽ നിറയുന്നതിനു മുമ്പ്, സന്തോഷവും ദുഃഖവും മനുഷ്യഹൃദയത്തിൽ ഒരു സ്ഥാനം പങ്കിടുന്നതിനു മുമ്പ്, ലോകം ശാന്തവും സുവർണവുമായൊരു ഭൂമിയായിരുന്നു. നദികൾ ഗ്ലാസ് പോലെ തെളിഞ്ഞൊഴുകി, ആരും പരിപാലിക്കാനില്ലാതെ തന്നെ മരങ്ങളിൽ ഫലം കായ്ച്ചു. വായു ശുദ്ധവും നിശ്ചലവുമായിരുന്നു. അന്ന് മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചിരുന്നു. മനുഷ്യർ മാത്രം. അവർ സമാധാനത്തോടെ ജീവിച്ചു. വേദനയോ രോഗമോ വിശപ്പോ ഉണ്ടായിരുന്നില്ല. ആരും വൃദ്ധരായിരുന്നില്ല. പകൽ സൂര്യൻ ദയയോടെ പ്രകാശിച്ചു. രാത്രിയിൽ ചന്ദ്രൻ ഭൂമിയെ തണുപ്പിച്ചു. ഒളിമ്പസിലെ ദേവന്മാർ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കി മനുഷ്യവർഗം സ്വസ്ഥതയിലും നിഷ്കളങ്കതയിലും ജീവിക്കുന്നത് കണ്ടു. മനുഷ്യന്റെ ഹൃദയം ശുദ്ധവും ലോകം പൂർണ്ണവുമായിരുന്ന ആ കാലഘട്ടത്തെ സുവർണകാലം എന്ന് വിളിച്ചിരുന്നു. എന്നാൽ എല്ലാ ദേവന്മാരും സന്തുഷ്ടരായിരുന്നില്ല. അവരിൽ ദേവന്മാരുടെ രാജാവായിരുന്ന, ആകാശത്തിൻ്റെയും മിന്നലിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയും ദേവനായിരുന്ന സിയൂസുമുണ്ടായിരുന്നു. ഒരിക്കൽ അവൻ മനുഷ്യരെയും അവരുടെ ഭക്തിയുമെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പുതിയ എന്തോ ഒന്ന് അനുഭവപ്പെട്ടു. മൂർച്ചയുള്ള വഞ്ചനയുടെ ഒരു വികാരം. കുറച്ചുകാലം മുമ്പ് ഒരാളുണ്ടായിരുന്നു.
ദൈവങ്ങളെ കബളിപ്പിക്കാൻ ധൈര്യപ്പെട്ട ഒരാൾ. അവന്റെ പേര് പ്രോമിഥ്യൂസ്, ദീർഘവീക്ഷണത്തിന്റെ ടൈറ്റൻ. പ്രോമിഥ്യൂസ് മനുഷ്യരാശിയെ അഗാധമായി സ്നേഹിച്ചു. കളിമണ്ണിൽ നിന്നാണ് അവനവരെ രൂപപ്പെടുത്തിയത്. അവർക്ക് ജീവനും ആത്മാവും നൽകി. തണുപ്പിൽ വിറയ്ക്കുന്നവരെയും ഇരുട്ടിൽ നിസ്സഹായരായി നിൽക്കുന്നവരെയും കണ്ടപ്പോൾ അവൻ അവരോട് സഹതാപം തോന്നി. അങ്ങനെ സിയൂസിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ദേവന്മാർക്ക് മാത്രമുള്ള പവിത്രമായ ജ്വാലയായ ഒളിമ്പസിന്റെ അഗ്നി അവൻ മോഷ്ടിച്ച് ഒരു പൊള്ളയായ ഞാങ്ങണയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ആദ്യ ജ്വാല നിലത്ത് മിന്നിമറഞ്ഞപ്പോൾ മനുഷ്യവർഗം സന്തോഷിച്ചു. അവർ പാചകം ചെയ്യാനും ചൂട് കായാനും ഉപകരണങ്ങൾ നിർമ്മിക്കാനും വീടുകൾ നിർമ്മിക്കാനും പഠിച്ചു. എന്നാൽ സിയൂസിന്റെ കോപത്താൽ ആകാശം വിറച്ചു. എത്ര ധൈര്യം! സിയൂസ് ഇടിമുഴക്കി. അവൻ ദൈവങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഒന്ന് മോഷ്ടിച്ച് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ സിയൂസ് പ്രതികാരം ചെയ്തു. പ്രോമിഥ്യൂസിനോട് മാത്രമല്ല, എല്ലാ മനുഷ്യവർഗത്തോടും. അവർക്ക് ഒരിക്കലും ലഭിക്കാൻ പാടില്ലായിരുന്നു ആ സമ്മാനം അവരുടെ കൈകളിലെത്തിപ്പെട്ടതിന്. അപ്പോ ഗ്രീക്ക് പുരാണത്തെക്കുറിച്ച് അധികം അറിയാത്തവർക്കായി ഈ കഥ മനസ്സിലാക്കേണ്ടതിനു വേണ്ടി ഞാൻ ചെറുതായൊന്ന് സിയൂസിനെക്കുറിച്ചും പ്രോമിഥ്യൂസിനെക്കുറിച്ചും പറയാം. ഗ്രീക്ക് പുരാണം അനുസരിച്ച് സൃഷ്ടിയുടെ ക്രമം ഇങ്ങനെയാണ്. ആദ്യം ശൂന്യത മാത്രമുണ്ടായിരുന്നു. പിന്നീട് ആ ശൂന്യതയിൽ നിന്ന് ആദ്യത്തെ ജീവികൾ പുറത്തുവന്നു. ഗായ എന്ന ഭൂമിയും യുറാനസ് എന്ന ആകാശവും. അവരായിരുന്നു ആദ്യത്തെ ദിവ്യജോഡി, ഭൂമി മാതാവും ആകാശം പിതാവും. അവർ നിരവധി കുട്ടികൾക്ക് ജന്മം നൽകി. അവരാണ് ക്രോണസ്, റിയ, ഓഷ്യാനസ്, പ്രോമിഥ്യൂസ്, അറ്റ്ലസ് പോലുള്ള ടൈറ്റൻസ്. പിന്നെ ഒറ്റക്കണ്ണുള്ള ഭീമന്മാരായ സൈക്ലോപ്പുകൾ. പിന്നെ 100 കൈകളുള്ള ഭീമന്മാരായ ഹെക്കാറ്റോൺചിയേഴ്സ്. സിയൂസിന് മുൻപ് ലോകം ഭരിച്ചിരുന്ന ശക്തരായ ദൈവങ്ങളായിരുന്നു ടൈറ്റൻസ്. ടൈറ്റൻ ദേവനായ ക്രോണസിന്റെ മക്കളായ സിയൂസ്, പൊസിഡോൺ, ഹേഡീസ്, ഹീറ, ഡിമീറ്റർ, ഹെസ്റ്റിയ എന്നിവർ. പിന്നീട് ടൈറ്റൻസിനെ അട്ടിമറിച്ച് ഒളിമ്പസ് പർവ്വതത്തിൽ പുതിയ ഭരണാധികാരികളായി. പിന്നീട് പ്രോമിഥ്യൂസ് എന്ന ഒരു ടൈറ്റൻ കളിമണ്ണിൽ നിന്ന് മനുഷ്യരെ രൂപപ്പെടുത്തി. അവർക്ക് ജീവനും പിന്നീട് തീയും നൽകി. പ്രവചനം പേടിച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ വിഴുങ്ങിയ ടൈറ്റാൻ ദേവനായ ക്രോണസിന്റെയും ഒളിമ്പ്യൻ ദേവന്മാരുടെയുമൊക്കെ കഥകൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോ നമുക്ക് പണ്ടോരയുടെ കഥയിലേക്ക് മടങ്ങിവരാം. മനുഷ്യർക്ക് അഗ്നി മോഷ്ടിച്ചു കൊടുത്തതിന്റെ ശിക്ഷയായി ഏകാന്തമായ ഒരു പർവ്വതത്തിൽ പ്രോമിഥ്യൂസിനെ ചങ്ങലകളിൽ ബന്ധിച്ചു. അവിടെ ഒരു കഴുകൻ എല്ലാ ദിവസവും അവന്റെ കരൾ തിന്നാൻ വരും. രാത്രിയിൽ ആ മുറിവുകൾ സുഖപ്പെടും. പ്രോമിഥ്യൂസിന്റെ ഈ ശിക്ഷ എന്നേക്കുമുള്ളതായിരുന്നു. അവന്റെ ശിക്ഷ ശാശ്വതമായിരുന്നു. എന്നിട്ടും സിയൂസിന് മതിയായില്ല. മനുഷ്യവർഗത്തിനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പാഠം പഠിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചു. സമ്മാനമായി തോന്നുന്ന ഒരു ശിക്ഷ. അങ്ങനെ അദ്ദേഹം എല്ലാ ഒളിമ്പസ് ദേവന്മാരെയും വിളിപ്പിച്ചു. നമുക്കൊരു ജീവിയെ സൃഷ്ടിക്കാം, അദ്ദേഹം പറഞ്ഞു. മനുഷ്യരുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്ന ഒരു ജീവിയെ. അവൾ അവരെ നശിപ്പിക്കും. പണ്ടോരയുടെ സൃഷ്ടി അങ്ങനെ ആരംഭിച്ചു. ഒളിമ്പസ് പർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ നിന്ന് നിത്യപ്രകാശത്തിന്റെ പ്രഭയിൽ ദേവന്മാർ ഒത്തുകൂടി. സിയൂസ് സങ്കൽപ്പിച്ച സത്തയെ രൂപപ്പെടുത്താൻ ഓരോ ദേവനും ദേവിയും ഓരോരുത്തരായി മുന്നോട്ടു വന്നു. മഹാനായ ശില്പിയായ ഹെഫസ്റ്റസ് ഭൂമിയിൽ നിന്ന് മിനുസമാർന്നതും വിളറിയ നിറമുള്ളതുമായ കളിമണ്ണെടുത്ത് ശ്രദ്ധാപൂർവം തന്റെ കൈകളാൽ ഒരു രൂപം വാർത്തെടുത്തു. പതുക്കെ ഒരു രൂപം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. സുന്ദരവും ഇതുവരെ ഭൂമിയിൽ നിലവില്ലാതിരുന്നതുമായ ഒരു സ്ത്രീരൂപം. അവന്റെ പ്രവൃത്തി പൂർത്തിയായപ്പോൾ അവൾ നിശ്ചലയായി, നിർജീവമായി, പൂർണ്ണ രൂപത്തിൽ ശ്വാസത്തിനായി കാത്തിരുന്നു. അപ്പോൾ ജ്ഞാനദേവതയായ അധീന മുന്നോട്ടു വന്നു. അവൾ അടുത്തേക്ക് കുനിഞ്ഞ് ആ കളിമൺ സ്ത്രീശില്പത്തിന്റെ ചെവിയിൽ വിവേകപൂർണമായ വാക്കുകൾ മന്ത്രിച്ചു. നിശ്ചലമായ വെള്ളത്തിൽ പ്രഭാത വെളിച്ചം പടരുന്നതുപോലെ അറിവും കൃപയും അവളുടെ മനസ്സിൽ നിറഞ്ഞു. പ്രണയത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ അഫ്രോഡൈറ്റ് ആ സ്ത്രീയുടെ മുഖത്ത് വിരൽത്തുമ്പിൽ ചലിപ്പിച്ചുകൊണ്ട് പ്രഭാത വെളിച്ചത്തിനു പോലും കിടപിടിക്കാൻ കഴിയാത്ത ഒരു തിളക്കം അവൾക്ക് നൽകി. മഴയ്ക്ക് ശേഷമുള്ള ആകാശം പോലെ ആഴത്തിലും തിളക്കത്തിലും അവളുടെ കണ്ണുകൾ തുറന്നു. സന്ദേശവാഹകനായ ഹെർമിസ് കളിയായി അവളുടെ ചുറ്റും വട്ടമിട്ടു.
ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ അവളിലേക്ക് ആകർഷണീയതയുടെ സമ്മാനവും ജിജ്ഞാസയുടെ തീപ്പൊരിയും ശ്വസിച്ചു. അവളെ കാണാനും സ്പർശിക്കാനും അറിയാനും കൊതിപ്പിക്കുന്ന സൗമ്യവും അത്ഭുതകരവുമായ ഒരു രൂപഭാവം. ഗ്രേസസിൽ നിന്ന് അവൾക്ക് ഗാംഭീര്യവും മധുര്യമുള്ള സംസാരവും ലഭിച്ചു. ഋതുക്കളിൽ നിന്ന് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ സൗന്ദര്യവും. കാറ്റ് അവളുടെ ചുറ്റും നൃത്തം ചെയ്തു. അവളുടെ സ്വർണ്ണമുടി തിളങ്ങി നിന്നു. അവളുടെ ആദ്യ ശ്വാസം ഒളിമ്പസിന്റെ സുഗന്ധത്താൽ നിറഞ്ഞു. അവൾ ജീവനോടെ വരുന്നത് സിയൂസ് നോക്കി നിന്നു. അവളുടെ നോട്ടം മൃദുവായിരുന്നു. അവളുടെ പുഞ്ചിരി നിഷ്കളങ്കമായിരുന്നു. അയാൾക്ക് സന്തോഷമായി. പണ്ടോറ അവൻ അവൾക്ക് പേരിട്ടു. സർവ്വദാനവും ലഭിച്ചവൾ എന്നാണ് അതിനർത്ഥം. കാരണം എല്ലാ ദൈവങ്ങളും അവൾക്ക് ഒരു സമ്മാനം നൽകിയിരുന്നു. എന്നാൽ അവന്റെ ശാന്തമായ ശബ്ദത്തിന് ആഴത്തിൽ പ്രതികാരത്തിന്റെ ഇടിമുഴക്കമുണ്ടായിരുന്നു. കാരണം ദൈവങ്ങളുടെ നിരവധി ദാനങ്ങളിൽ ഒന്ന് നിഴലിൽ പൊതിഞ്ഞിരുന്നു. ജ്ഞാനത്തിനു പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ശക്തമായ ജിജ്ഞാസയുടെ ഒരു തീപ്പൊരി. ഒളിമ്പസിലെ തിളങ്ങുന്ന മുറികളിലേക്ക് പണ്ടോറ നോക്കിയപ്പോൾ എല്ലാം അവൾക്ക് അത്ഭുതകരമായി തോന്നി. ദൈവങ്ങളുടെ ചിരി, അംബ്രോസിയായുടെ തിളക്കം, അവളുടെ കാലിനു താഴെയുള്ള മേഘങ്ങൾ എല്ലാം അവളുടെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് നിറച്ചു. എന്നാൽ അവളുടെ കണ്ണുകൾ സിയൂസിനെ കണ്ടുമുട്ടിയപ്പോൾ അവൾക്ക് ഒരു വിചിത്രമായ ഭാരം അനുഭവപ്പെട്ടു. അവൾക്ക് പേരിടാൻ കഴിയാത്ത ഒരു വികാരം. സിയൂസ് അവളെ നോക്കി ദയയോടെ പുഞ്ചിരിച്ചു. എന്നിട്ടും അവന്റെ കണ്ണുകളിൽ അവൾക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്റെ മകളെ, അവൻ പറഞ്ഞു, നീ മനുഷ്യവർഗത്തിനുള്ള ഒരു സമ്മാനമാണ്. അവരുടെ അടുത്തേക്ക് പോകുക, അവരുടെ ഇടയിൽ ജീവിക്കുക. നീ അവർക്ക് സന്തോഷം നൽകും. പിന്നെ അവൻ ഹെർമിസിനെ വിളിച്ചു. അവന്റെ കൈകളിൽ മനോഹരമായി നിർമ്മിച്ച ഒരു ഭരണി പ്രത്യക്ഷപ്പെട്ടു. വീതിയുള്ളതും ശക്തവും ദൈവങ്ങളുടെ സ്വർണ്ണ അടയാളം കൊണ്ട് മുദ്രയിട്ടതും. അതിന്റെ ഉപരിതലം മങ്ങിയതായി തിളങ്ങി. അതിനുള്ളിൽ എന്തോ മിന്നിമറയുകയും ശ്വസിക്കുന്നതുപോലെ. ഇത് സിയൂസ് പറഞ്ഞു, അവളോടൊപ്പം പോകും. ഇത് ഒരിക്കലും തുറക്കരുതെന്ന് അവളോട് പറയുക. അങ്ങനെ അതിവേഗത്തിലും രഹസ്യമായി ഹെർമിസ് പണ്ടോരയെ മേഘങ്ങളിൽ നിന്ന് മനുഷ്യലോകത്തേക്ക് പ്രോമിത്യൂസിന്റെ സഹോദരനായ എപ്പിമിത്യൂസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സിയൂസിൽ നിന്നുള്ള സമ്മാനം ഒന്നും തന്നെ ഒരിക്കലും സ്വീകരിക്കരുതെന്ന് എപ്പിമിത്യൂസിന് വളരെ കാലം മുന്നേ തന്നെ അവന്റെ സഹോദരൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അനന്തമായ മഴയ്ക്ക് ശേഷമുള്ള സൂര്യപ്രകാശം പോലുള്ള സൗന്ദര്യമുള്ള പണ്ടോരയെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം മൃദുവായി. അവൻ സഹോദരൻ കൊടുത്ത മുന്നറിയിപ്പ് മറന്നു. പണ്ടോര അവന്റെ വീട്ടിലേക്ക് കയറി അവിടെ സന്തോഷവും ചിരിയും ഊഷ്മളതയും കൊണ്ടുവന്നു. അവൾ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പക്ഷികൾ കൂടുതൽ മധുരമായി പാടിയിരുന്നു. കാറ്റ് അവളെ പിന്തുടരുന്നതായി തോന്നി. ദിവസങ്ങൾ സമാധാനത്തോടെ കടന്നുപോയി. എന്നാൽ വീടിന്റെ മൂലയിൽ ഒരു പീഠത്തിൽ അടച്ചുവച്ച ആ ഭരണി നിഗൂഢവും നിശബ്ദവുമായിരുന്നു. അതിന്റെ സ്വർണ്ണ തിളക്കം എല്ലാ ദിവസവും വെളിച്ചം വീശിക്കൊണ്ടിരുന്നു. പണ്ടോര വീട്ടുജോലി ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും അതിലേക്ക് നോക്കി അതിനുള്ളിൽ എന്താണെന്ന് ചിന്തിച്ചു. ഹെർമിസ് അവളോട് പറഞ്ഞിരുന്നു, ഇത് ഈ ഭരണി സിയൂസിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. പക്ഷേ നീ ഒരിക്കലും അത് തുറക്കരുത്. അവൾ പുഞ്ചിരിയോടെ തലയാട്ടിയെങ്കിലും ആ ചോദ്യം അവളുടെ ഹൃദയത്തിൽ നിശബ്ദമായി തങ്ങിനിന്നു. ആ ഭരണിക്കുള്ളിൽ എന്താണ് വെറുതെ അറിയുന്നതുവഴി എന്തു ദോഷമാണുണ്ടാകാൻ പോകുന്നത് അവൾ വിചാരിച്ചു. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാറി. എപ്പിമെത്തിയസിന്റെ വീട് സമാധാനത്താൽ നിറഞ്ഞിരുന്നു. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ തന്റെ സ്വർണ്ണകിരണങ്ങൾ കൊണ്ട് മേൽക്കൂരയെ സ്പർശിക്കും. പണ്ടോര മൂളിപ്പാട്ട് പാടിക്കൊണ്ട് പൂക്കൾക്കിടയിൽ പണിയെടുത്തിരുന്നു. പഴുത്ത പഴങ്ങളുടെ ഗന്ധം നിറഞ്ഞ വായു, താഴ്വരയിലൂടെ അലസമായി പറക്കുന്ന പക്ഷികളുടെ ശബ്ദം എല്ലാം നന്നായി തോന്നി. എന്നിട്ടും ശാന്തമായ നിമിഷങ്ങളിൽ, കാട്ട് നിശ്ചലമാകുമ്പോൾ, അവളുടെ കൈകൾ വിശ്രമിക്കുമ്പോൾ, പക്ഷികൾ പോലും നിശബ്ദമാകുമ്പോൾ, അവളുടെ നോട്ടം ആ ഒരു സ്ഥലത്തേക്ക് അലഞ്ഞു നടക്കും. ആ നിഗൂഢ ഭരണി അതതിന്റെ കൽപ്പീഠത്തിൽ നിന്നു. മുദ്രയിട്ടടച്ചതും തിളങ്ങുന്നതുമായ നിഗൂഢതയിൽ പൊതിഞ്ഞ ആ ഭരണി അവളുടെ ഹൃദയത്തിലേക്ക് മൃദുവായി ശ്വസിക്കുന്നതായി അവൾക്ക് തോന്നി. അത് തുറക്കാൻ ആഗ്രഹമില്ലെന്ന് അവൾ സ്വയം പറയുമായിരുന്നു. അവൾ വാഗ്ദാനം ചെയ്തിരുന്നു. പ്രലോഭനങ്ങൾ അകറ്റാൻ അവൾ ഒരു മന്ത്രം പോലെ ഈ വാക്കുകൾ മന്ത്രിക്കും. അതെന്റേതല്ല, ദൈവങ്ങളുടേതാണ്. അതിൽ തൊടാൻ പാടില്ല.
പക്ഷേ അപ്പോഴേക്കും അതിലും നിശബ്ദമായി മറ്റൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് കടന്നുവന്നു. ഒരു പക്ഷേ ദേവന്മാർ എന്തെങ്കിലും കാരണത്താൽ അതുപേക്ഷിച്ചിരിക്കാം. ഒരു പക്ഷേ അതിൽ മനോഹരമായ എന്തോ ഒന്ന് അടങ്ങിയിരിക്കാം. ചിലപ്പോൾ അവൾ സങ്കൽപ്പിച്ചത് അതിൽ നിധികൾ നിറഞ്ഞിരിക്കുന്നതായാണ്. സൂര്യനേക്കാൾ പ്രകാശമുള്ള വെളിച്ചമോ അല്ലെങ്കിൽ ലോകത്തെ നിറയ്ക്കാൻ കഴിയുന്ന സംഗീതമോ. ചിലപ്പോൾ അവൾ ചിന്തിച്ചു, ഇത് മനുഷ്യരാശിക്കുള്ള ഒരു സമ്മാനമാണോ, അവൾ കണ്ടെത്താൻ ഉദ്ദേശിച്ച ഒന്നാണോ എന്ന്. ഓരോ ദിവസവും ആ ചോദ്യം ശക്തമായി. അവൾ ഭരണിക്കരികിലൂടെ കടന്നുപോകുമ്പോൾ അവളുടെ ചുവടുകൾ മന്ദഗതിയിലാകും. അവൾ കണ്ണുകൾ കൊണ്ട് അതിന്റെ സ്വർണ്ണ വരമ്പുകൾ പിന്തുടരും. അവൾ നോക്കുന്നത് അനുഭവിച്ചറിയുന്നത് പോലെ അത് നേരിയതായി മിന്നി. എപ്പിമെത്തിയസ് അവളുടെ അസ്വസ്ഥത ശ്രദ്ധിച്ചു. എന്റെ പ്രിയേ, നീ അസ്വസ്ഥനായി കാണപ്പെടുന്നു. ഒരു വൈകുന്നേരം നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ചിന്തയുണ്ടോ? പണ്ടോര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല, കാറ്റിന്റെ ശബ്ദം മാത്രം. പക്ഷേ അവളുടെ ശബ്ദം നേരിയ തോതിൽ വിറച്ചു. ആ രാത്രിയിൽ ഉറക്കമത്ര എളുപ്പമായിരുന്നില്ല. വെള്ളിയും മൃദുവും നിറമുള്ള ചന്ദ്രപ്രകാശം ജനാലയിലൂടെ ഒഴുകി ഭരണിയിൽ വീണു. അത് എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവനുള്ള വസ്തുവിനെ പോലെ നിശബ്ദമായി തിളങ്ങി. പണ്ടോര മനസ്സ് അസ്വസ്ഥമായി കിടക്കയിലേക്ക് മറിഞ്ഞുകിടന്നു. തീമോഷ്ടിച്ച പ്രോമിത്യൂസിനെ അവൾ ഓർത്തു. ഒരുപക്ഷേ ഈ ഭരണിയിൽ മനുഷ്യവർഗത്തെ കൂടുതൽ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ള വിലയേറിയ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. ദുരഭിമാനിയാണെങ്കിലും ഒരുപക്ഷേ സിയൂസ് മനുഷ്യരെ വീണ്ടും അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കാം. ഒടുവിൽ അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ തറയിലേക്ക് കാലെടുത്തു വെച്ചു. പുറത്ത് ചീവീടുകളുടെ നേരിയ മൂളലൊഴികെ അന്തരീക്ഷം നിശ്ചലമായിരുന്നു. അവൾ ആ ഭരണിക്ക് മുന്നിൽ വന്നു നിന്നു. അവൾ കൈ നീട്ടിയപ്പോൾ അവളുടെ കൈകൾ ചെറുതായി വിറച്ചു. അവളുടെ വിരൽത്തുമ്പുകൾക്ക് താഴെയുള്ള ഉപരിതലം തണുത്തതായി അനുഭവപ്പെട്ടു. ഒരു നിമിഷം അവൾ അതിലൊന്ന് സ്പർശിക്കുക മാത്രമാണ് ചെയ്തത്. ഉള്ളിൽ എന്തോ ഒന്നിന്റെ നേരിയ സ്പന്ദനം അനുഭവപ്പെട്ടു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഒന്ന് നോക്കൂ, അവൾ സ്വയം മന്ത്രിച്ചു. കുറച്ചു മാത്രം, പിന്നെ ഞാനത് വീണ്ടും അടയ്ക്കും. അവൾ കൈ മൂടിയിലേക്കുയർത്തി, പക്ഷേ നിന്നു. അവളുടെ നെഞ്ചിൽ ഭയം മിന്നിമറഞ്ഞു. അവൾ വേഗം തിരിഞ്ഞു, കൈകൾ കൂട്ടിപ്പിടിച്ചു. ഇല്ല, ആരോ കേൾക്കുന്നതുപോലെ അവൾ ഉറക്കെ പറഞ്ഞു, അത് നിഷിദ്ധമാണ്. എന്നിട്ടും അവൾ വീണ്ടും കിടക്കുമ്പോൾ മുറിയിലെ നിശബ്ദത കനത്തു. ആ ചിന്ത അവളെ വിട്ടുപോയില്ല. മഴയ്ക്ക് ശേഷമുള്ള പൂക്കളുടെ സുഗന്ധം പോലെ അത് തങ്ങി നിന്നു, അവഗണിക്കാൻ കഴിയാതെ. രാത്രിതോറും ആ മർമ്മരം കൂടുതൽ ഉച്ചത്തിലായി. ഒരിക്കൽ ഒരു സൗമ്യമായ തീപ്പൊരിയായിരുന്ന അവളുടെ ജിജ്ഞാസ ഒരു വലിയ ജ്വാലയായി മാറിയിരുന്നു. ഒരു ദിവസം സൂര്യൻ പൂന്തോട്ടത്തിനു മുകളിൽ ഉയർന്നു പൊങ്ങി സ്വർണ്ണ നിറത്തിൽ തൂങ്ങിക്കിടക്കുമ്പോൾ പണ്ടോരയ്ക്ക് തന്റെ ജിജ്ഞാസ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ വീണ്ടും ആ ഭരണിക്ക് മുന്നിൽ ചെന്നു നിന്നു. അവളുടെ ശ്വാസം ആഴത്തിലായിരുന്നു. അവളുടെ ഹൃദയം അനിശ്ചിതത്വത്തിലായി. തീർച്ചയായും ഈ ഭരണിയിലുള്ളത് മോശമായതെന്തെങ്കിലുമാണെങ്കിൽ അവൾ ചിന്തിച്ചു. ദൈവങ്ങൾ ആ തിന്മ മറച്ചുവെക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവർ ഈ ഭരണി തന്നെ മറച്ചുവെച്ചേനെ. തീർച്ചയായും അവർ ഇതിലുള്ളത് ആരെങ്കിലും കണ്ടെത്തണമെന്ന് തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾക്കായി മൂടിയിൽ വെച്ചു. അവളുടെ സ്പർശനത്തിൽ ഭരണിയുടെ മൂടിയിൽ നേരിയ ഒരു വിറയൽ അനുഭവപ്പെട്ടു. ഇത്രയും കാലം ആ സ്പർശനം കാത്തിരുന്നതുപോലെ. അവൾ അവസാനമായി ഒരിക്കൽ കൂടി മടിച്ചു നിന്നു. അവളുടെ ഹൃദയം അത്ഭുതവും ഭയവും കൊണ്ട് നിറഞ്ഞു. പുറത്തെ കാറ്റു നിന്നു. ഇലകൾ പോലും നിശ്ചലമായി. പിന്നെ പതുക്കെ നിശബ്ദമായി അവൾ മൂടിയുയർന്നു. ആദ്യം അല്പം മാത്രം. നിശ്ചലമായ വായുവിലേക്ക് ഒരു നേരിയ വെളിച്ചത്തിന്റെ കിരണം ഒഴുകി. പണ്ടോരയുടെ കണ്ണുകൾ വിടർന്നു. അവൾ പ്രതീക്ഷിച്ചത് തിളക്കവും ഊഷ്മളതയും ഒരുപക്ഷേ സ്വർഗീയ നിധികളുടെ തിളക്കവുമാണ്. പക്ഷേ വന്നത് അവൾ ഒരിക്കലും സങ്കൽപ്പിച്ചിട്ടില്ലാത്ത ഒന്നായിരുന്നു. ഭരണിക്കുള്ളിൽ നിന്ന് പെട്ടെന്നൊരു തണുത്ത, മൂർച്ചയുള്ള, ജീവനുള്ള വായു പുറത്തേക്ക് വമിച്ചു. അതവളെ ചുറ്റിക്കറങ്ങി ഇരുണ്ട പുകമറ പോലെ വെളിച്ചത്തിലേക്കിറങ്ങി. അവൾ ഞെട്ടി പിന്നിലേക്ക് മാറി. അവളുടെ കൈകളിലിരുന്ന് ആ ഭരണി വിറച്ചു. പിന്നെ ഒരു കൊടുങ്കാറ്റ് പോലെ ആ ഭരണിയിൽ നിന്ന് നിഴലുകൾ പുറത്തേക്ക് വന്നു. അവ ആ മുറിയിലൂടെ ചുറ്റിക്കറങ്ങി. അവർ ഒന്നിനു പുറകെ ഒന്നായി പുറത്തേക്ക് വന്നു, മന്ത്രിച്ചും നിലവിളിച്ചും നെടുവീർപ്പിട്ടും. എണ്ണമറ്റ ഇതുവരെ കാണാത്ത വിചിത്രമായ സത്വങ്ങൾ ലോകത്തിലേക്ക് രക്ഷപ്പെടുന്നു. മുറിയുടെ തുറന്നിട്ട ജനാലയിലൂടെ അവ അവളെ കടന്നു പുറത്തേക്ക് രക്ഷപ്പെടുമ്പോൾ വിചിത്രമായ ഒരു തണുപ്പ് അവൾക്കു അനുഭവപ്പെട്ടു.
ആ സത്വങ്ങൾ ഭൂമിയിലേക്കിറങ്ങിയ ആ നിമിഷം ഒരു തീരാ ദുഃഖത്തിന്റെ പുകമറ ഭൂമിയിൽ വീണു. ഭരണിയിൽ നിന്നുയർന്ന കാറ്റ് സ്പർശിച്ചു കടന്നുപോയിടത്തെ മരങ്ങളുടെ ഇലകൾ വാടിക്കരിഞ്ഞുപോയി. അത് നിലം ചുംബിച്ചപ്പോൾ പൂക്കൾ കുനിഞ്ഞ് വാടിപ്പോയി. വിദൂരദേശങ്ങളിൽ ഒരിക്കൽ ചിരിച്ചിരുന്ന മനുഷ്യർ എന്തിനെന്നറിയാതെ കരയാൻ തുടങ്ങി. പണ്ടോര പാത്രത്തിനരികിൽ മുട്ടുകുത്തി അവളുടെ ഹൃദയം പടപടാമിടിക്കുന്നു. ഞാൻ എന്താണ് ചെയ്തത്? അവൾ മന്ത്രിച്ചു. എന്താണിവ? അവളുടെ ചുറ്റുമുള്ള നിഴലുകളിൽ നിന്ന് നേരിയ പ്രതിധ്വനികൾ ഉയർന്നു. വേദനയുടെയും വാഞ്ചയുടെയും ശബ്ദങ്ങൾ. ഞാൻ ദുഃഖമാണ്, ഒരാൾ ഞരങ്ങി. ഞാൻ രോഗമാണ്, മറ്റൊരാൾ നിലവിളിച്ചു. ഞാൻ വിശപ്പാണ്, ഞാൻ യുദ്ധമാണ്, ഞാൻ മരണവുമാണ്. കടന്നുപോകുമ്പോൾ ഓരോന്നും അവനവന് സ്വയം പേരിട്ടു. അദൃശ്യമായി. അവ അദൃശ്യമെങ്കിലും ഭൂമിയുടെ എല്ലാ കോണുകളിലും ചിതറി വ്യാപിച്ചു. മനുഷ്യവർഗത്തിന്റെ ചിരി നെടുവീർപ്പുകളാൽ മാറ്റിസ്ഥാപിക്കപ്പെട്ടു. ശോഭയുള്ള പ്രഭാതങ്ങൾ മങ്ങി. ആ ദിവസം മുതൽ ഭൂമിയിൽ എല്ലാവരും ദുഃഖത്താലും ഭാരത്താലും ബാധിക്കപ്പെട്ടു. പണ്ടോര വിറച്ചുകൊണ്ട് ഭരണി അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ കൂടുതൽ നിഴലുകൾ പുറത്തേക്ക് ചാടി. അവളുടെ വിരലുകൾ ആ മൂടി അടയ്ക്കാൻ കഷ്ടപ്പെട്ടു. പക്ഷെ ഭരണിക്കുള്ളിലെ കൊടുങ്കാറ്റ് കൂടുതൽ ശക്തമായിരുന്നു. അവസാനമായി ഒരു സത്വം കൂടി അതിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാത്രമാണ് ആ ഭരണി ഒടുവിൽ നിശ്ചലമായത്. അവൾ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിന്റെ മൂടി താഴേക്ക് തള്ളി വീണ്ടും അടച്ചുവെച്ചു. പിന്നെ അവൾ ക്ഷീണിച്ച് നിലത്തേക്ക് വീണു. അവളുടെ സ്വർണ്ണ മുടിയിഴകൾ അവളുടെ മുഖത്തു വീണു. അവൾ ആകെ തകർന്നുപോയിരുന്നു. വീണ്ടും എല്ലാം നിശബ്ദമായി. അവളുടെ നേരിയ തേങ്ങലിന്റെ ശബ്ദം മാത്രം ആ ഒഴിഞ്ഞ മുറിയിൽ തങ്ങി നിന്നു. ഒരിക്കൽ ചെറുചൂടും സ്വർണ്ണ നിറവുമുണ്ടായിരുന്ന സൂര്യപ്രകാശം ഇപ്പോൾ മങ്ങിയ നിലയിൽ തറയിൽ പതിച്ചു. കുറച്ചു നേരത്തേക്ക് പണ്ടോര അനങ്ങിയില്ല. അവൾ ചെയ്തതിന്റെ ഭാരം അവളുടെ ഹൃദയത്തിൽ ഒരു പർവ്വതം പോലെ തങ്ങി നിന്നു. സിയൂസ് എനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, അവൾ പിറുപിറുത്തു. അതൊരിക്കലും തുറക്കരുതെന്ന് അവൻ എന്നോട് പറഞ്ഞു. അവളുടെ ശബ്ദം ഒരു മന്ത്രണം മാത്രമായിരുന്നു. ഞാൻ ഈ ലോകത്തേക്ക് എന്താണ് കൊണ്ടുവന്നത്? പുറത്തെ അവസ്ഥ മാറിയിരുന്നു. അന്തരീക്ഷത്തിലിപ്പോൾ കഷ്ടപ്പാടുകളുടെ നെടുവീർപ്പുകളും ആദ്യമായി മനുഷ്യരുടെ വേദനയുടെ കണ്ണുനീരും നിറഞ്ഞു. നദികളുടെ ഒഴുക്കുപോലും ദുഃഖഭാരത്താൽ സാവധാനമായെന്ന് തോന്നിപ്പോയി. പണ്ടോര കണ്ണുകളടച്ച് കണ്ണുനീർ വറ്റുന്നതുവരെ കരഞ്ഞു. എന്നാൽ പിന്നീട് ഭരണിക്കുള്ളിൽ വീണ്ടുമെന്തോ ഇളകുന്ന പോലെ ഒരു നേരിയ ശബ്ദം. മുമ്പ് അതിൽ നിന്ന് രക്ഷപ്പെട്ട നിലവിളികൾ പോലെയല്ല, മറിച്ച് ഈ തവണ അത് മൃദുവും സൗമ്യവുമാണ്. ഒരു ചെറിയ പക്ഷിയുടെ ചിറകുകളുടെ വിറയൽ പോലെ. പണ്ടോര തലയുയർത്തി. ഭരണി വീണ്ടും വിറച്ചു. കോപത്തോടെയല്ല, മറിച്ച് നേർത്തതായി. അവൾ മടിച്ചു കൈ ഭരണിയുടെ മൂടിയിൽ വെച്ചു. ഇല്ല, അവൾ മന്ത്രിച്ചു. ഇനി ഈ ഭരണി തുറക്കാൻ പാടില്ല. എന്നിട്ടും ആ ശബ്ദം തുടർന്നു. അവളുടെ പേര് വിളിക്കുന്നതുപോലെ തോന്നിക്കുന്ന മൃദുവും വിറയ്ക്കുന്നതുമായ ഒരു ശബ്ദം. അവളുടെ ഹൃദയം ഭയത്താൽ നിറഞ്ഞിരുന്നെങ്കിലും അവളുടെ ദുഃഖത്തെ തണുപ്പിക്കുന്ന പോലെയുള്ള ഒരു പുതിയ ഊഷ്മളത അവൾക്ക് തോന്നി. സാവധാനം ശ്രദ്ധാപൂർവം അവൾ വീണ്ടും ഭരണിയുടെ മൂടി ഉയർത്തി. ഭരണിക്കുള്ളിൽ നിന്ന് ഒരു സൗമ്യമായ വെളിച്ചം പുറത്തേക്ക് വന്നു. അത് തറയിൽ മുഴുവൻ പരന്നു. ഊഷ്മളവും സ്വർണ്ണ നിറത്തിലുള്ള ആ വെളിച്ചം തട്ടി നിഴലുകൾ മുറിയുടെ മൂലകളിലേക്ക് ഒതുങ്ങി. ഒരു ചെറിയ ലോലമായ ജീവി ഭരണിക്കകത്തുനിന്ന് മുകളിലേക്ക് പൊങ്ങി. അതിന്റെ ചിറകുകൾ തിളങ്ങി. ദയ നിറഞ്ഞ കണ്ണുകളോടെ അത് പണ്ടോരയെ നോക്കി. പ്രഭാതത്തിൽ ഇലകൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന്റെ ശബ്ദത്തിൽ അത് സംസാരിച്ചു. പേടിക്കേണ്ട, അത് പറഞ്ഞു. ഞാൻ പ്രതീക്ഷയാണ്. പണ്ടോര അത്ഭുതത്തോടെ നോക്കി. ഭരണിയിൽ നിന്നുയർന്നുവന്ന വെളിച്ചം അവളുടെ ചുറ്റും മൃദുവായി മിന്നിമറഞ്ഞു. കണ്ണുനീർ നിറഞ്ഞ അവളുടെ മുഖത്ത് തട്ടി. അത് പരുഷമോ തിളക്കമുള്ളതോ ആയിരുന്നില്ല. ഇരുട്ടിൽ ഒരു മെഴുകുതിരിയുടെ സ്വർണ്ണ തിളക്കം പോലെ സൗമ്യമായിരുന്നു അത്. ചെറുതും തിളക്കമുള്ളതുമായ പ്രതീക്ഷ വായുവിലൂടെ ഒഴുകി. ആദ്യമായി ഭൂമിയിലെ വായു ആസ്വദിക്കുന്നതുപോലെ അത് മുറിയെ ചുറ്റി നടന്നു. നീ മറ്റുള്ളവരെ പോലെയല്ല, പണ്ടോര മന്ത്രിച്ചു. പ്രതീക്ഷ പുഞ്ചിരിച്ചു. ശബ്ദമില്ലാത്ത തിളങ്ങുന്ന പുഞ്ചിരി. അല്ല, അവൾ പറഞ്ഞു, മറ്റെല്ലാം പോയതിനു ശേഷവും മനുഷ്യരാശിക്ക് അവശേഷിപ്പിച്ച സമ്മാനമാണ് ഞാൻ. അതിന്റെ ശബ്ദം മൃദുവായിരുന്നു. പക്ഷേ അത് മതിലുകൾക്കപ്പുറത്തേക്ക്, താഴ്വരകൾ കടന്ന് ദുഃഖത്താൽ സ്പർശിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഹൃദയങ്ങളിലൂടെ കടന്നുപോകുന്നതായി തോന്നി.
രക്ഷപ്പെട്ട തിന്മകൾ വേദന കൊണ്ടുവരും, പ്രതീക്ഷ തുടർന്നു. പക്ഷേ അവർ പോകുന്നിടത്തെല്ലാം ഞാൻ അവരെ പിന്തുടരും. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട അവസ്ഥകളിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഹൃദയങ്ങളോട് ഞാൻ മന്ത്രിക്കും. ഓരോ രാത്രിക്ക് ശേഷവും ഒരു പ്രഭാതമുണ്ടെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കും. ഓരോ കൊടുങ്കാറ്റിനു ശേഷവും ഒരു ശാന്തതയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും എന്തെങ്കിലും നല്ലത് അവശേഷിക്കുന്നു. പണ്ടോര ശ്രദ്ധിച്ചു. പ്രതീക്ഷ ഓരോ വാക്കും പറയുമ്പോഴും അവളുടെ ഹൃദയം കൂടുതൽ ശാന്തമായി. ഉള്ളിലെ വേദന കുറഞ്ഞു തുടങ്ങി. അവൾ പ്രതീക്ഷയ്ക്കു നേരെ തന്റെ കൈ പതുക്കെ ഉയർത്തി. ആ കുഞ്ഞൻ സ്വത്തം അവളുടെ കൈപ്പത്തിയിൽ വന്നിരുന്നു. സൂര്യപ്രകാശം പോലെ ഊഷ്മളതയും വായുവിന്റെ പോലെ ഭാരവുമുള്ളതായിരുന്നു അത്. ലോകം എന്നെങ്കിലും ഇനി പഴയതുപോലെ ആകുമോ? പണ്ടോര മൃദുവായി ചോദിച്ചു. പ്രതീക്ഷ പതുക്കെ പറഞ്ഞു, ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ അത് കൂടുതൽ ജ്ഞാനമുള്ളതായി വളരും. വേദന അനുകമ്പ പഠിപ്പിക്കും, നഷ്ടം സ്നേഹം പഠിപ്പിക്കും. ദുഃഖത്തിലും ആളുകൾ ശക്തി കണ്ടെത്തും. ഞാൻ എപ്പോഴും അവിടെയുണ്ടാകും. പണ്ടോര ജനാലയിലൂടെ നോക്കി. അപ്പുറത്തുള്ള ഭൂമിയിൽ ഇപ്പോഴും ഭരണിയിൽ നിന്നും രക്ഷപ്പെട്ട തിന്മകളുടെ നിഴലുണ്ടായിരുന്നു. പക്ഷേ വളരെ അകലെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങൾക്കിടയിലൂടെ ഒരു പ്രകാശകിരണം കടന്നുവന്നു. അവൾ വീണ്ടും പാത്രം ശ്രദ്ധാപൂർവം അടച്ചു. പ്രതീക്ഷയെ സ്വതന്ത്രമായി ലോകത്ത് കറങ്ങി നടക്കാൻ വിട്ടു. പിന്നെ അവൾ പുറത്തേക്ക് കാലെടുത്തു വച്ചു. അവളുടെ ചർമ്മത്തിൽ തണുത്ത കാറ്റ് അനുഭവപ്പെട്ടു. മരങ്ങൾ അപ്പോഴും ഉയർന്നു നിന്നു. ഇലകൾ കാറ്റിൽ വിറച്ചു. നദി അപ്പോഴും ആകാശത്തിന്റെ പ്രതിഫലനങ്ങളും വഹിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടിരുന്നു. ലോകം മാറിയിരുന്നു, പക്ഷേ അപ്പോഴും അത് മനോഹരമായിരുന്നു. സംഭവിച്ചതെല്ലാം കണ്ടപ്പോൾ മുഖത്തൊരു ദുഃഖഭാവത്തോടെ എപ്പിമേത്തിയസ് അവളുടെ അരികിലേക്ക് വന്നു. പക്ഷേ പണ്ടോര അവന്റെ കൈയെടുത്ത് അവളുടെ ഹൃദയത്തിനു മുകളിൽ വെച്ചപ്പോൾ അവിടെ എന്തോ ഒന്ന് തിളങ്ങുന്നതയാൾ കണ്ടു. മുമ്പ് ഒരിക്കലുമില്ലാതിരുന്ന ഒരു ശാന്തമായ ശക്തി. അവർ ഒരുമിച്ച് ആകാശത്തേക്ക് നോക്കി. മേഘങ്ങൾ പതുക്കെ അകന്നു പോകുന്ന കാഴ്ച കണ്ടു. പ്രതീക്ഷ ഒരു നിമിഷം അവരുടെ അരികിൽ തങ്ങി നിന്നു. പിന്നീടത് കൂടുതൽ ഉയർന്നു വെളിച്ചത്തിലേക്ക് അപ്രത്യക്ഷയായി. ഭൂമിയിലെമ്പാടും തിന്മകൾ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവ പോകുന്നിടത്തെല്ലാം പ്രതീക്ഷയും അവയെ അദൃശ്യമായി പിന്തുടർന്നു. രോഗം ബാധിച്ചപ്പോൾ അത് മന്ത്രിച്ചു, നീ സുഖപ്പെടും. ദുഃഖം കനത്തപ്പോൾ അത് പിറുപിറുത്തു, നീ ഒറ്റയ്ക്കല്ല. ഭയം പിടിപെട്ടപ്പോൾ അത് മൃദുവായി പറഞ്ഞു, നിശ്ചലമായിരിക്കുക, പ്രത്യാശയുടെ വെളിച്ചം ഇപ്പോഴും അടുക്കലുണ്ട്. അങ്ങനെ ലോകവും മനുഷ്യനും സന്തോഷവും ദുഃഖവും ചിരിയും കണ്ണീരും ഒരുപോലെ സഹിച്ചു ജീവിക്കാൻ പഠിച്ചു. മനുഷ്യരാശിയുടെ വിധി തന്നെ മാറ്റിമറിച്ച ജിജ്ഞാസയുടെ ഉടമയായ പാൻഡോറയുടെ ഹൃദയത്തിൽ അന്നുമുതൽ എല്ലാ ഹൃദയങ്ങളിലും നിലനിൽക്കുന്ന അതേ സൗമ്യമായ മന്ത്രണം ഉണ്ടായി. ജീവിതത്തിൽ എല്ലായ്പ്പോഴും പ്രതീക്ഷ കൈവിടാതിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ ഇങ്ങനുള്ള കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുകളും കമന്റുകളുമായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇനി നക്ഷത്രങ്ങൾ നിശബ്ദമായി കാവലിരിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് ഹൃദയത്തിനു വിശ്രമം നൽകുക. കാരണം ഓരോ അവസാനത്തിലും പ്രത്യാശയുടെ ഒരു ചെറിയ വെള്ളിവെളിച്ചമുണ്ട്. എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷയോടെയാണ് ആരംഭിക്കുന്നത്. ശുഭരാത്രി.